ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ യൂട്യൂബിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന നൂൽ പൊറോട്ടയാണ്. വെറും 2 മിനിറ്റ് കൊണ്ട് മാവ് കലക്കി ചുട്ടെടുക്കുന്നതാണ് ഈ ഒരു പലഹാരം. അപ്പോൾ വീഡിയോയിലോട്ടേക്ക് പോകാം. അതിനുവേണ്ടി 1 കപ്പ് മൈദ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട നിർബന്ധമില്ല, മുട്ടയ്ക്ക് പകരമായിട്ട് പാൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് കുറച്ചായി വെള്ളം ചേർത്ത് നല്ലപോലെ ഇതൊന്ന് കലക്കിയെടുക്കാം. ഞാനൊരു വിസ്ക് കൊണ്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. വേണമെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതിയാവും. കുറച്ചായി വെള്ളം ചേർത്ത് കട്ടകളില്ലാതെ നല്ലപോലെ ഇതൊന്ന് കലക്കിയെടുക്കാം. ബാറ്റർ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത്. ദോശമാവിനേക്കാളും കുറച്ചുകൂടി ലൂസായിട്ട്. ഇനി ഒരു പൈപ്പിംഗ് ബാഗ് എടുത്ത് ഇതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പൈപ്പിംഗ് ബാഗ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല. ഏതെങ്കിലും പ്ലാസ്റ്റിക് കവർ എടുത്താൽ മതിയാവും. അല്ലാന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ ഹോൾ വെച്ച് കൊടുത്താൽ മതി. ഇനിയൊരു നോൺ സ്റ്റിക്ക് പാൻ വെച്ച് ചൂടായാൽ അതിലേക്ക് മാവ് ഇതുപോലെ ചുറ്റിച്ചെടുക്കാം. മൈദമാവ് ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. എനിക്ക് തോന്നിയത് ഇത് ഉണ്ടാക്കിയപ്പോൾ ഇത് ശരിക്കും പൊറോട്ട എന്നൊന്നും പറയാൻ കഴിയില്ല. പിന്നെ ഈ ഒരു ഷേപ്പിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഒരു സൈഡ് ഡ്രൈ ആയാൽ കുറച്ച് ഗീ സ്പ്രെഡ് ചെയ്ത് മറിച്ചിട്ട് കൊടുക്കാം. ഇത് ചൂടോടുകൂടി കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്, നല്ല ക്രിസ്പി ആയിട്ട്. ചൂടോടുകൂടി കഴിക്കുമ്പോൾ കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റും. ചൂടാറിയാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. നമ്മുടെ മൈദ ദോശേൻ്റെ സെയിം ടേസ്റ്റാണ് തോന്നിയത്. അപ്പോൾ അടുത്തതും ഞാൻ ഇതുപോലെ തന്നെ ചുട്ടെടുക്കുന്നുണ്ട്. ഇതുപോലെ ഗോതമ്പ് മാവ് വെച്ചും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. ഇതാണ് കലക്കി ചുട്ട പൊറോട്ടയുടെ സത്യാവസ്ഥ. ചൂടോടുകൂടി നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. അതാണ് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയത്. പൊറോട്ട എന്ന് പറഞ്ഞിട്ട് കഴിക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ. ഈ ഒരു ഷേപ്പിൽ കുട്ടികൾക്ക് കാണുമ്പോൾ നല്ല ഇഷ്ടമാവും. മൈദദോശ ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.